സ്ത്രീ സമസ്ത മേഖലകളിലും വിജയം വരിച്ചു കഴിഞ്ഞിരിക്കുന്നു. സ്ത്രീ അവഗണിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അതെല്ലാം പഴയ കാലം. കലാസാഹിത്യ രംഗങ്ങളിൽ മാത്രമല്ല, സാമൂഹിക സാംസ്കാരിക നവോത്ഥാന മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വിശ്വപ്രപഞ്ചത്തിലെ സമസ്ത മേഖലകളിലും സ്ത്രീ സാന്നിധ്യം ഹിമാലയം പോലെ വളരുകയും ആകാശം പോലെ വിശാലമാകുകയും സൂര്യതേജസ്സോടെ ശോഭിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ യശസ് ലോകരാജ്യത്തിനു മുമ്പിൽ ഉയർത്തിപ്പിടിച്ച നിരവധി മഹത് വനിതകൾ നമുക്ക് മുമ്പിലുണ്ട്. ചരിത്രമായവരും ചരിത്രം തിരുത്തിക്കുറിച്ചവരും ചരിത്രം സൃഷ്ടിച്ചവരും ഉൾപ്പെടെ നിരവധി വനിതകൾ നമുക്ക് മുമ്പിലുണ്ട്. ലോക വനിതാ ദിനത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ യശസ്സുയർത്തിയ ചില വനിതാ രത്നങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ വീര വിപ്ലവ നായിക ഝാൻസി റാണി. വൈദേശിക ആധിപത്യത്തിനെതിരെ ധീരമായി പോരാടി വീരമൃത്യു വരിച്ച ഝാൻസി റാണിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് വനിതാ ദിനത്തെ അനുസ്മരിക്കുന്നത്. 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ മദർ തെരേസ. യുഗോസ്ലാവിയയിൽ ജനിച്ച ആഗ്നസ് സന്യാസിനിയായി തെരേസ എന്ന പേര് സ്വീകരിച്ചു. സേവനം ജീവിതവ്രതമാക്കിയ കാരുണ്യത്തിന്റെ പ്രതീകമായ മദർ തെരേസ ലോകത്തിനു മുമ്പിൽ അമ്മയാണ്. ബഹിരാകാശത്ത് സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരിയാണ് ഹരിയാന സ്വദേശിനിയായ കൽപ്പന ചൗള. 1997 നവംബർ 19 സ്പേസ് ഷട്ടിൽ കൊളംബോയിൽ കൽപ്പനയും തിരഞ്ഞെടുക്കപ്പെട്ടു. രണ്ടാമത്തെ ബഹിരാകാശ സഞ്ചാരം 2003 ജനുവരി 16 ഫെബ്രുവരി 1 പുലർച്ചെ ആകാശത്ത് കൊളംബിയ പൊട്ടിത്തെറിച്ച് കൽപ്പന ചൗള എന്ന ബഹിരാകാശ സഞ്ചാരി മരണമടഞ്ഞു. അഗ്നിച്ചിറകുകൾ ഏറ്റുവാങ്ങിയ കൽപ്പന ഇന്ത്യൻ സ്ത്രീത്വത്തിന് എന്നും പ്രചോദനമാണ്. മേധ പട്കർ ലോകശ്രദ്ധ ആകർഷിച്ച പരിസ്ഥിതിവാദി. ഇന്ത്യയിലാകെ ചലനം സൃഷ്ടിച്ച പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തക. ഗുജറാത്തിൽ സർദാർ സരോവർ പദ്ധതി നടപ്പാക്കുമ്പോൾ വീടും കിടപ്പാടവും നഷ്ടപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 1987 മുതൽ സമരം നയിക്കുന്നു. ഇന്ത്യയിലെമ്പാടുമുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ ആശയവും ആവേശവുമാണ് മേധ പട്കർ. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന കോർപ്പറേറ്റ് മാഫിയകൾക്കെതിരായ മുന്നണി പോരാളിയാണ് മേധ പട്കർ. ഇന്ദിരാഗാന്ധി 1917 നവംബർ 19 ജവഹർലാൽ നെഹ്റുവിന്റെയും കമല നെഹ്റുവിന്റെയും മകളായി ജനിച്ചു. 1959 കോൺഗ്രസിന്റെ അധ്യക്ഷ പദം ഏറ്റെടുത്തു. 1966 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി. ലോകരാജ്യത്തിനു മുമ്പിൽ ഇന്ത്യക്ക് സ്ഥാനവും മാനവും നേടിത്തന്ന ഇന്ദിരാ പ്രിയദർശിനി ഇന്ത്യയുടെ ഉരുക്കു വനിതയായി ചരിത്രത്തിൽ അംഗീകരിക്കപ്പെട്ടു. 1984 ഒക്ടോബർ 31 സ്വന്തം അംഗരക്ഷകന്റെ വെടിയേറ്റു മരിച്ചു. കിരൺ ബേദി ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തയായ വനിതാ IPS ഓഫീസർ. ഐക്യരാഷ്ട്ര സംഘടനയിൽ പോലീസ് ഉപദേഷ്ടാവായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത. അപരിഷ്കൃതമായ ജയിൽ സംവിധാനങ്ങളെ ആധുനിക രീതിയിൽ പരിഷ്കരിച്ചുകൊണ്ട് ദേശീയ ശ്രദ്ധ നേടി. 1994 നെഹ്റു ഫെലോഷിപ്പും 1995 മാക്സാസെ പുരസ്കാരവും ലഭിച്ചു. വർത്തമാനകാല ഇന്ത്യയിലെ അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയാണ് കിരൺ ബേദി. സാഹസിക മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രതീകമായ അനിത പ്രതാപ്. 26 കൊല്ലം മുമ്പ് ഗറില്ല പോരാളിയും LTTE നേതാവുമായിരുന്ന വേലിപ്പിള്ള പ്രഭാകരന്റെ പുലിമടയിൽ നേരിട്ട് ചെന്ന് അഭിമുഖം നടത്തി. പുലിരാജാവിന്റെ ദൃശ്യങ്ങളും വാർത്തകളും ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ച അനിത പ്രതാപ് എന്ന കോട്ടയംകാരി. മരണം പതിയിരിക്കുന്ന യുദ്ധഭൂമിയിൽ വെടിയൊച്ചകൾക്ക് നടുവിലൂടെ തീതുപ്പുന്ന തോക്കുകൾക്ക് മുമ്പിലൂടെ ജീവൻ പണയം വെച്ച് മാധ്യമധർമ്മം നിർവഹിച്ച അനിത പ്രതാപ്. സ്ത്രീ സമൂഹത്തിനിടയിൽ ആണത്തുമുള്ള മാധ്യമ പ്രവർത്തകയാണ് അവർ. ലോക വനിതാ ദിനത്തിൽ അനിത പ്രതാപ് ഉൾപ്പെടെയുള്ള പ്രതിഭാധനരും ആദരണീയരുമായ എല്ലാ വ്യക്തിത്വങ്ങൾക്കും അഭിവാദ്യമർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.